നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. കർക്കിടക മാസമാണ് വരാൻ പോകുന്നത്. ആയുർവേദത്തിന്റെയും മനഃശുദ്ധിയുടെയും ശരീരശുദ്ധിയുടെയും സമയമാണ് കർക്കിടകം. നമുക്കിപ്പോ വിന്റർ, സമ്മർ, മൺസൂൺ എന്നിങ്ങനെയുള്ള സീസൺ പറയാറില്ലേ? അതുപോലെ തന്നെ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഉത്തരായനം, അതുപോലെ തന്നെ ദക്ഷിണായനം. ഈ ഉത്തരായന കാലത്തെ നമ്മൾ ആദാനകാലമെന്നും ദക്ഷിണായന കാലത്തെ നമ്മൾ വിസർഗകാലം എന്നും പറയാറുണ്ട്. നമ്മൾ മലയാളികൾക്ക് കർക്കിടക മാസം അത്ര പുതിയതല്ല. എന്നാൽ ആയുർവേദവും കർക്കിടകവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയണമെന്നില്ല. നമുക്ക് അതിനെപ്പറ്റി ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഈ ഉത്തരായന കാലത്ത് സൂര്യൻ വളരെ ശക്തിയോടുകൂടി ജ്വലിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളെ പോലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എനർജി വളരെ കുറഞ്ഞിരിക്കും. എന്നാൽ ദക്ഷിണായന കാലത്ത് സൂര്യന്റെ ശക്തി കുറയുകയും തന്മൂലം നമ്മളെ പോലുള്ള ബാക്കി ജന്തു ജീവജാലങ്ങളുടെയും ശക്തി കൂടി വരികയും ചെയ്യും. ഈ ഉത്തരായന കാലത്തും ദക്ഷിണായന കാലത്തും പ്രകൃതിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശിശിരോധ വസന്തശ്ച ഗ്രീഷ്മവർഷ ശരത് ഹിമ 6 ഋതുക്കൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും പെടുന്നവയാണ് അവയെല്ലാം. ശിശിരം, വസന്തം, ഗ്രീഷ്മം ഇവ ഉത്തരായനത്തിലും, വർഷം, ശരത്, ഹേമന്തം ഇവ ദക്ഷിണായനത്തിലും പെടും. ഓരോ ഋതുക്കളിലും ഈ 2 മാസം വെച്ച് വരാറുണ്ട്. ചൂട് കൂടിയ ഗ്രീഷ്മ ഋതുവിൽ നിന്നും തണുപ്പ് കൂടിയ വർഷ ഋതുവിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, ആ സമയത്തെയാണ് ഋതുസന്ധി എന്ന് പറയുന്നത്. ഈ ഋതുസന്ധിയിൽ പെടുന്നതാണ് കർക്കിടക മാസം. അതിയായ ചൂടിൽ നിന്നും തണുപ്പിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ പ്രകൃതിയിൽ എന്ന പോലെ മനുഷ്യ ശരീരത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് ശരീരബലം സ്വാഭാവികമായും കുറയുകയും പ്രതിരോധശേഷി വളരെ കുറയുകയും ചെയ്യുന്നു. വിശപ്പ് തോന്നുമെങ്കിലും നമ്മളെ ദഹനശേഷി വളരെ കുറവായതിനാൽ ദഹന സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ പകർച്ചവ്യാധികളുടെയും വാട്ടർ ബോൺ, എയർബോൺ ഡിസീസുകളുടെയും കാലമാണിത്. ഈ ഒരു സമയത്ത് വാതപിത്ത കഫദോഷങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും വാതരോഗങ്ങൾ ധാരാളമായി കണ്ടുവരാറുമുണ്ട്. ഇവിടെയാണ് ആയുർവേദത്തിന്റെ പ്രാധാന്യം. ഈ കാലയളവിൽ അത്രയും പാലിക്കേണ്ട ജീവിതചര്യയും ആഹാര രീതിയും ആയുർവേദ ചികിത്സാ രീതിയും ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇവയാണ് കർക്കിടക ചികിത്സ. ഈ കർക്കിടക ചികിത്സ രോഗമുള്ളവന് മാത്രമല്ല, രോഗമില്ലാത്തവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്താനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും കൂടിയാണ്. ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചകർമ്മ അഥവാ ഡീടോക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് കർക്കിടക മാസം. നിങ്ങൾ എല്ലാവരും കർക്കിടക കഞ്ഞിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. കർക്കിടക ചികിത്സ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കർക്കിടക കഞ്ഞി. ബാഹ്യ ചികിത്സകളോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണിത്. കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും വളരെ ലഘുവും അഗ്നിബലം കൂട്ടുന്നതും പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ഈ കാലഘട്ടത്തിൽ അനുഷ്ഠിക്കുന്ന കർക്കിടക ചികിത്സയും അതുപോലെ തന്നെ ആഹാരവും വിഹാരവും എല്ലാം അടുത്ത 1 വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോ കർക്കിടക മാസത്തിന്റെയും കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന ആയുർവേദ ചികിത്സയുടെയും പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഫ്യൂച്ചർ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ഡോക്ടർ മിഥുൻ സൈനിങ് ഓഫ് with a gentle reminder, health is the only wealth that stays for a lifetime. Thank you.